സോ കറൻ്റ്ലി ഡേ 1 ആഫ്റ്റർ വണ്ടി സർവീസ് ചെയ്ത് മൊത്തം സെറ്റാക്കിയതിന് ശേഷമുള്ള ഫസ്റ്റ് റൈഡ്. ഇതുപോലെ തന്നെ വണ്ടി പണിത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പോയ സ്പോട്ടിലോട്ട് തന്നെ എപ്പോഴും പോകുന്നത്. അമ്പലമേട് എന്ന് പറയുന്നൊരു സ്പോട്ടാണ്, നല്ല അടിപൊളി സ്പോട്ടാണ് റൂട്ട് ഇട്ടേക്കുന്നത്. നമ്മളിപ്പോൾ തൃപ്പൂണിത്തറ പോകുന്ന റൂട്ട് വരുന്ന വഴിക്ക് ഒരു പമ്പിലാണ്. വണ്ടിക്ക് കുറച്ച് എൻജിൻ ഓയിൽ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ എൻജിൻ ഓയിൽ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ടോപ്പപ്പ് ചെയ്തിട്ട് തൽക്കാലത്തേക്ക് ടോപ്പപ്പ് ചെയ്തിട്ട് പോകാൻ നിർത്താം. അപ്പോൾ നമ്മുടെ ബാക്കി അപ്പാഷെ അതുപോലെ NS ഒക്കെ വരുന്നുണ്ട് ഓൺ ദ വേ. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും നമുക്ക് എൻജിൻ ഓയിലൊക്കെ ഒന്ന് ടോപ്പപ്പ് ചെയ്തിട്ട് നിൽക്കാം. അപ്പോൾ നമ്മുടെ ബാക്കി വണ്ടികൾ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പുതിയ 210, അത് നമ്മുടെ NS 400 സ്വാപ്പ് ചെയ്ത വണ്ടി. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ അവിടെ നമ്മുടെ അപ്പാഷെ എല്ലാം ആയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ ആ ലെഫ്റ്റ് സൈഡിലത്തെ ഒരു ഫുഡ് റെസ്റ്റ് ഒടിഞ്ഞു പോയായിരുന്നു. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തിട്ട് നേരെ റൂട്ട് പിടിക്കാം. ഓക്കെ, വെൽ അങ്ങനെ ഹാപ്പി എൻജോയ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ വണ്ടികളും നല്ല സെറ്റായിട്ട് പറക്കായിരുന്നു. ബട്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു പണി കിട്ടി. നമ്മുടെ അപ്പാച്ചിയുടെ ആ ഒരു ഓയിൽ കൂളിങ്ങിൻ്റെ പൈപ്പ് പൊട്ടിപ്പോയി. അപ്പോൾ വേഗം ഒരു ക്വിക്കായിട്ടുള്ളൊരു റെമഡി ഞങ്ങൾ ഒരു കമ്പനിക്കാരനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയാണ്. കുറച്ച് 18+ കേട്ടോ, പിള്ളേരൊക്കെ മാറിയിരുന്നു. ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം അങ്ങോട്ട് വെച്ചടിക്കുക. എന്നിട്ട് നല്ല ഇൻസുലേഷൻ ടേപ്പ് അങ്ങോട്ട് വെക്കുക. ഒരു 2 റൗണ്ടും കൂടെ ഇതങ്ങോട്ട് വെച്ചടിച്ച് കഴിഞ്ഞാൽ വണ്ടി റെഡി. സെറ്റ് ചെയ്തോണ്ടിരിക്കുക. അതെ, വെച്ച് കഴിഞ്ഞിട്ടൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കാം. സംഭവം വർക്കിംഗ് ആണെങ്കിൽ ഇറ്റ്സ് എ ഗെയിം ചേഞ്ചർ. അങ്ങനെ പരിപാടി കഴിഞ്ഞ് സെറ്റ് ചെയ്ത്. അപ്പോൾ അപ്പേ അടി അടിച്ചു ലീക്കുണ്ടോ? ഒന്ന് ഓയിൽ ഒന്ന് പമ്പ കിട്ടുന്നുണ്ട്. പുതിയത് വരുന്നല്ലോ, വലിയ കുഴപ്പമില്ല. തൽക്കാലത്തേക്ക് കാര്യങ്ങൾ നടക്കും, അത്രേ ഉള്ളൂ. ഇല്ല, സ്പെയർ ഇല്ലടാ, ഇല്ല. ബാക്കി നോക്കാം. അങ്ങനെ ആ ഒരു പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് രക്ഷകനായിട്ട് വന്നു. അപ്പാച്ചി ഇപ്പോൾ ഓൺ റോഡിൽ പറക്കായിരുന്നു വാഗമൺ എത്തുന്നത് വരെ. വെൽ അങ്ങനെ വന്ന് വാഗമണ്ണ് എല്ലാ വണ്ടികളും എത്തിയിട്ടുണ്ട്. ഇവിടുന്നാണ് ആ റൂട്ടാണ് നേരെ അമ്പലമേട് പോകാനായിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ മെയിൻ ട്രയൽസ് പിടിക്കുന്നതിന് മുന്നേ എല്ലാ വണ്ടിയും കൂടെ നിർത്തിയിട്ടൊന്ന് ലാസ്റ്റ് ചെക്കപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ 400 ഉണ്ട്, അതുപോലെ നമ്മുടെ AS ഉണ്ട്, പിന്നെ നമ്മുടെ ലെജൻഡറി അപ്പാച്ചി ഉണ്ട്. അപ്പാച്ചി വിഷയമായിട്ടിരിക്കുന്നത് ഉള്ള പാക്കറ്റ് മൊത്തം ചുറ്റി അടിച്ചിട്ടുണ്ട്. ബട്ട് വണ്ടി സെറ്റാണ് കേട്ടോ. വെൽ അങ്ങനെ നമ്മുടെ അമ്പലമേട് ട്രയൽസ് ഇവിടെ നിന്ന് തുടങ്ങുവാണ്. പോകുന്ന വഴിക്ക് ഒരുപാട് ഓഫ് റോഡ് വഴികളുണ്ട്. കാറിനൊക്കെ വരാനായിട്ട് കുറച്ച് പാടായിരിക്കും. കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികളൊക്കെ സുഖമായിട്ട് പോകും, കുഴപ്പമില്ല. നമ്മുടെ അപ്പാച്ചിയൊക്കെ പറക്കുമായിരുന്നു ഓഫ് റോഡിൽ. വണ്ടിക്ക് വലിയ സീനോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ 400 അതെ, 400 ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ എക്സ്പൾസ് 210 സസ്പെൻഷൻസ് ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ടായി. അതുപോലെ 250 റിയർ സസ്പെൻഷൻസ് ഇട്ടിട്ടുണ്ടായി. അപ്പാച്ചിയൊക്കെ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ അറിയാം എത്രത്തോളം എൻജോയ് ചെയ്താൽ പോകുന്നതെന്ന്. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ട്രാക്കാണ് ഈ ഒരു അമ്പലമേട് പോകുന്ന ട്രാക്ക്. നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ പല സ്പോട്ടിലും ചെന്ന് പോകാൻ പറ്റും. ഗൂഗിൾ മാപ്പിൽ ഡയറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഈ ഒരു ഓഫ് റോഡ് റൂട്ട് മാപ്പിൽ കാണിക്കുന്ന. ബൈക്കിൻ്റെ ഓപ്ഷൻ ഇട്ടിട്ട് വേണം മാപ്പ് ഓണാക്കിയിട്ട് പോകാനായിട്ട്. കാറിൻ്റെ അല്ല. ചിലപ്പോൾ കാറ് കാണിച്ചു കഴിഞ്ഞാൽ മെയിൻ റോഡിൽ കൂടെ മാത്രമേ പോകത്തുള്ളൂ. സോ ഇത് ഫസ്റ്റ് ഒരു മുട്ടക്കുന്നാണ്. ഇവിടെ അങ്ങനെ ജീപ്പുകാരുടെ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബൈക്കൊക്കെ ആയിട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് നെക്സ്റ്റ് അമ്പലമേട് മെയിൻ സ്പോട്ടിലോട്ട് പോവാം. അതിൽ എയർ കുറയ്ക്കുന്നത് നല്ലൊരു ഐഡിയ ആയിരിക്കുമേ. സെറ്റ് ആയിട്ടില്ല, അതൊന്നേ ഉള്ളൂ.
വിളിക്കോടെ അമ്മമാരുടെ എടാ ഇതേ കേബിള് തട്ടിയിട്ട് തന്നെ താക്കോല് തിരിഞ്ഞു പോവാ എന്നിട്ട് ഓഫായി പോയി വണ്ടി. അമ്മമാരെവിടെ? അവിടെ കോൺക്രീറ്റ് റോഡായി ആ ഇതില് നീ വേണേ ചാടിക്കോട്ടാ. അടി 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 ഒരേ അടി. അയ്യോ എൻ്റെ അമ്മ. ബാക്കി ടീംസ് വരുന്നുണ്ട്. ചരല് എടാ പയ്യെ. നല്ല ചരല കേട്ടോ. ഇവിടെ നിക്കാൻ പറ്റില്ല കേട്ടോ. ഇത് ഭയങ്കര സീനാണ് കേട്ടോ. ഇതുണ്ടോ തെന്നിപ്പോത്തുള്ളൊരു പോക്ക്. പയ്യെ നല്ല ചരല നിക്കത്തില്ല. ഇങ്ങോട്ട് നോക്ക് മോനെ. ഓ അത് ഇടും ഞാൻ. അടുത്ത് ഭയങ്കര സ്ലോപ്പ്. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ തെന്നിപ്പോന്നു. അതിലങ്ങോട്ട് പോവാം. അതിലങ്ങോട്ട് ഇനി നമുക്ക് പോവാം. ഒരു മിനിറ്റ് എടാ നിക്ക്. വാ അപ്പുറത്തോട്ടൊന്ന് പോയി നോക്കാടാ. പോയി നോക്കാം. ഓക്കെ അല്ലേ? ബാക്കി ഓടിച്ചങ്ങ് കയറ്റിക്കോ.
പോട്ടെ 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 പോട്ടെ. ഓക്കെ അല്ലേ മോനു? നെക്സ്റ്റ് നമ്മുടെ റൈറ്റ് റൈറ്റ്. മരം കണ്ടേക്കുന്നു. അതെ, ഒക്കെ എത്ര കുളം കണ്ട. വാടാ മോനും. ഓ, അവിടെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് തന്നേ. പുള്ളി പൾസറല്ലൊക്കെ കൂളായിട്ട് നമ്മള് ഹൈവേ കൂടെ ഒക്കെ പോകുന്നല്ലേ. അങ്ങ് താഴെ ഒരു ചായക്കട ഉണ്ട്. ഒരു വെള്ളത്തിൻ്റെ കൂടെ വേണം. റിവർ ക്രോസിംഗ് ഉണ്ട്. ആ അങ്ങോട്ട് അപ്പുറത്തോട്ട് കാല് കുത്തി. അപ്പുറത്തോട്ട് അങ്ങോട്ട് കാല് കുത്തി. അങ്ങോട്ട് ചരിച്ച് പിടിക്കും വണ്ടി. ആ അങ്ങോട്ട് നല്ലപോലെ ചരിച്ച് പിടിക്കും. അല്ലടാ ഇങ്ങോട്ട് തിരിക്കാനല്ലേ? ഇങ്ങോട്ട് തിരിക്കാനല്ലേ? നീ ഇങ്ങോട്ട് തിരിക്കാണ്ടാണെ അങ്ങോട്ട് കാല് കുത്തിയിട്ട് അങ്ങോട്ട് ചരിച്ച് പിടിക്കും വണ്ടി. ആ അങ്ങോട്ട് കാല് കുത്ത്. ഈ കാലെടുത്ത് ഞാൻ പറയാം. ഇപ്പം ഇങ്ങനെ തിരിക്കാന്ന് വെച്ചോ. ഇങ്ങോട്ട് കാല് കുത്തി ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ അപ്പുറത്തോട്ട് പെട്ടെന്ന് മറിയും. മാക്സിമം വണ്ടി ചരിക്കാൻ പോലെ അങ്ങോട്ട് ചരിച്ച് പിടിച്ചോ. അങ്ങോട്ട് അതപ്പോൾ ഓക്കെ. ഇങ്ങനെ ചരിച്ചെടുക്കാവുള്ളൂ.
അമ്പലമേട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിന് ഈ ഒരു സ്പോട്ട് നല്ലൊരു സ്പോട്ടാണ്. ഈ റിവർ ക്രോസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ വെള്ളം കുറച്ച് കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതുപോലെ ചില്ല് ഔട്ട് ചെയ്ത് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് വണ്ടിയൊക്കെ ആയിട്ട് കുറച്ച് അക്രമമൊക്കെ കാണിച്ച് ഓഫ് റോഡിൽ നിൽക്കുന്ന സമയത്താണ് അത് സംഭവിച്ചത്. നമ്മുടെ അപ്പാഷയുടെ പൈപ്പ് വീണ്ടും അവിടെ നിന്ന് പൊട്ടിയിട്ട് നല്ല രീതിയിൽ ഓയിൽ ലീക്കിങ്ങും കാര്യങ്ങളും വന്നു. അങ്ങനെ നമ്മുടെ AS-നകത്ത് നമ്മുടെ എൻജിനകത്ത് നിന്നും എയർ ഫിൽറ്ററിൻ്റെ ബോക്സിലോട്ട് പോകുന്നൊരു റബ്ബർ പൈപ്പുണ്ട്. ആ പൈപ്പിൻ്റെ കുറച്ച് പോർഷൻ എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് ഇൻസ്റ്റാൾ ചെയ്ത് അടിച്ചു. ഇതായിരിക്കുന്നതാണ് ആ ഒരു ഇൻസ്റ്റാൾഡ് പൈപ്പ്. പക്ഷേ പോകുന്ന വഴിക്ക് വീണ്ടും പൊട്ടൽ, ഈ അതിരടി പൊട്ടൽ എന്നൊക്കെ പറയുന്ന പോലെ പൊട്ടി വണ്ടിയുടെ എൻജിൻ ഓയിൽ ഓൾമോസ്റ്റ് തീരാറായെന്ന് കണ്ടപ്പോൾ പിന്നെ വേറെ മാർഗ്ഗമൊന്നുമില്ല. നേരെ അവിടെ നിന്ന് എറണാകുളം വരെ വണ്ടി ചവിട്ടിത്തള്ളി. അങ്ങനെ ആ ഒരു ട്രിപ്പ് പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്ത് തിരിച്ച് എറണാകുളത്തോട്ടേക്ക് പോന്നു.